2 തവണ അതിന് മയക്കുവെടി ഏറ്റിരുന്നു. ചെറിയ ഇടവേളകളിലാണ്. അപ്പോൾ അത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ മുറിവിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതിനുണ്ടായോ എന്നതൊക്കെ ഇനിയും ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ വ്യക്തമാവും. പക്ഷെ അപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ മയക്കുവെടി വെച്ച് ആനയെ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആ കാട്ടുകൊമ്പൻ ഈ ആനയുടെ അടുത്ത് വന്ന് ചേർന്ന് നിന്ന് അതിനെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമമടക്കം ഇതാ ഈ മുറിവേറ്റ കാട്ടുകൊമ്പൻ ചരിയുന്ന ആ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ 2 മൃഗങ്ങൾ തമ്മിലുള്ള വളരെ അടുപ്പം അതുകൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആന ചരിയുമ്പോൾ അതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. സുരേഷ് സജിയാണ് വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താ മഴ കടക്കുകയാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കം. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങില്ല എന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 3000-ഓളം സംരംഭകർ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമം സംസ്ഥാന വികസന കുതിപ്പിന്റെ വേഗം കൂട്ടുമെന്ന് പ്രതീക്ഷ. ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായത്തിനുള്ള അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. I conclude by telling this distinguished gathering that for making Kerala an investment destination, the government of Kerala shall strain every nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. രാജ്യാന്തര വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുന്ന കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഉറപ്പു നൽകി. This is a political platform. I have come to express the central government's solidarity and full support to invest Kerala. സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് മികച്ച പാർലമെന്ററിയനെന്നും പീയൂഷ് ഗോയലിന്റെ പ്രശംസ. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന മന്ത്രി പി രാജീവ്. This is the right time, this is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country, now transformed as a heaven of investment. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപിക്കാനായി താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൌഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത് 24. ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേരളത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രം. 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ പരാമർശവും ശ്രദ്ധേയമായി. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ വ്യവസായ നയങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് 10,000 കോടി, തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടി, അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി. The most important thing is the infrastructure is very important. Water, power, transport and communication. Regarding road sector, I will assure you that at least in my regime, we will complete the work more than 3 lakh crores in Kerala. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശവും ശ്രദ്ധേയമായി. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് മന്ത്രി. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. ഇതാദ്യമായാണ് സിൽവർ ലൈനിനെ അനുകൂലിച്ചുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം അടുത്തിടെ ഹർത്താലുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. LDF പ്രതിപക്ഷത്താകുമ്പോഴും ഇതുപോലെ പിന്തുണ വേണമെന്നും വി ഡി സതീശൻ. I'm happy to say that we have not conducted any hartals for the last 4 years. No hartals. My request to the government side is that when you will be in the opposition, you have to continue the same culture.
അതേസമയം കേരളത്തിൽ പൂർണ്ണമായും താമര വിരിഞ്ഞിട്ടില്ലെന്നും ഉടൻ വിരിയുമെന്നും തമാശമട്ടിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് കൌതുകമായി. At every visit in Kerala, you feel like never going back. But I will go back, so you don't have to worry. We are not yet, the lotus has not yet bloomed in Kerala. But very soon. 24 കൊച്ചി. So that was what I liked. ഘടകകക്ഷികളുടെ എതിർപ്പ് തള്ളി